എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ രേവതിയും മഹേഷും കൂടി കാർ ഷോറൂമിൽ വീണ്ടും പോയിരിക്കുവാണല്ലോ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് രേവതി മഹേഷിനോട് പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം തോന്നുന്നു മനസ്സിലെന്ന് പറയുമ്പോൾ മഹേഷ് ചോദിക്കും, എന്താ രേവതി എന്ന് ചോദിക്കുമ്പോൾ, എന്തായാലും കാർ മേടിക്കാൻ പോവല്ലേ, സച്ചിയേട്ടനൊന്ന് ഓടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയൂ എന്ന് ചോദിക്കുമ്പോഴേക്കും മഹേഷ് പറയും, അയ്യോ അതിന് രേവതി ഇത് സർപ്രൈസായിട്ട് കൊടുക്കാൻ വെച്ചിരിക്കുമല്ലേ. അതെ, പക്ഷേ ഞങ്ങൾക്കാണെന്ന് പറയേണ്ട, സച്ചിയേട്ടനാണെന്ന് പറയേണ്ട, മഹേഷ് ചേട്ടൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് ഈ കാറ് മേടിക്കുവാണെന്ന് പറഞ്ഞ് സച്ചിയേട്ടനെ കൊണ്ടുവരണം, എന്നിട്ടൊന്ന് ഓടിപ്പിച്ച് നോക്ക്, സച്ചിയേട്ടൻ എന്ത് പറയണമെന്നറിയാമല്ലോ, എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി എന്തായാലും കാറ് മേടിക്കാൻ പോവുമല്ലേ. അപ്പോൾ പിന്നെ സച്ചിയേട്ടൻ്റെ ഒരു അഭിപ്രായം കൂടി കേട്ട് കഴിഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷമാവും എന്ന് പറയുമ്പോൾ മഹേഷ് പറയും, ആ കൂട്ടുകാരനെ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞാൽ സച്ചി ഓടി വരും, അവൻ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ അവന് പ്രത്യേക ശ്രദ്ധയാണല്ലോ, ഞാൻ വിളിച്ചുകൊണ്ടും വരാം എന്ന് പറയുവാണ് മഹേഷ്. പുതിയ കാറ് മേടിച്ചെടുക്കാൻ എൻ്റെ കയ്യിൽ കാശില്ല, പക്ഷെ സച്ചേട്ടന് ഇഷ്ടപ്പെട്ടൊരു കാറായിരിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ സച്ചേട്ടനെ കൊണ്ട് ഒന്ന് ഓടിപ്പിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് മഹേഷ് എന്ന് പറയുമ്പോൾ, അതിനെന്താണ്, ആ സച്ചിയെ വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് പോകുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധിയാണ്. സുധി വീട്ടിലെത്തിയിട്ട് എല്ലാവരെയും ഹോളിലോട്ട് വിളിച്ചുകൊണ്ട് വരുവാണ്. അമ്മ, അച്ഛ, സച്ചി എല്ലാവരും വാ എന്ന് പറഞ്ഞ് ഹോളിലോട്ട് എല്ലാവരും വിളിച്ചിരുത്തുവാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്താടാ എന്തോ പറ്റി. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മോനെ, എന്താ എല്ലാവരെയും വിളിച്ച് ഈ ഹോളിൽ ഇരുത്തുന്നത് നീ എന്ന് പറയുമ്പോഴേക്കും, ശ്രുതിയെ പറ്റി ഒരു കാര്യം പറയാനാന്ന് പറയും. അവരേക്കും ശ്രുതിയെ പറ്റി എന്ത് പറയാൻ, ശ്രുതി എന്താ ചെയ്തതെന്നറിയോ. അപ്പോൾ അമ്മ ചന്ദ്ര ചോദിക്കും, അവൾ എന്ത് ചെയ്തു. ശ്രുതിയുടെ കമ്പനി ബ്യൂട്ടി പാർലർ വേറൊരു കമ്പനിക്ക് ഫ്രാഞ്ചൈസിന് കൊടുത്തു. അപ്പോൾ ചന്ദ്രക്ക് മനസ്സിലാവില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ, അല്ല, ശ്രുതി ഗ്രീൻ ബ്രാൻഡ് എന്ന് പറഞ്ഞൊരു വലിയ കമ്പനിയുണ്ട്, ആ കമ്പനിയായിട്ട് മെർജ് ചെയ്താണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, അവരായിട്ട് ഒന്നിച്ചാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രയുടെ മുഖമൊക്കെ ഒന്ന് പയ്യെ മാറാൻ തുടങ്ങുവേ. അപ്പോൾ നമ്മുടെ രേവതി ചോദിക്കും, ഓ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബ്യൂട്ടി പാർലറിൻ്റെ പേര് മാറില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും സുധി പറയും, അതെ അച്ഛാ, ഇപ്പോൾ അമ്മയുടെ പേരിൽ പാർലർ ഇല്ല എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് നല്ല ദേഷ്യം വരുവേ. ചന്ദ്ര ഒന്നും മിണ്ടാതെ ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുവാണ്. ഈ ടൈമിലാണ് ശ്രുതി കയറി വരുന്നത്. ശ്രുതിയെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്, പക്ഷെ അപ്പോഴേക്കും ശ്രുതി എല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ശ്രുതി പറയും, വാ ശ്രുതി, ഞാൻ ഇപ്പോഴും അമ്മയടുത്ത് നിന്റെ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ പിടിച്ചടുത്തിരുത്തുവാണ്. ചന്ദ്ര ഇങ്ങനെ നല്ല ദേഷ്യത്തിൽ ശ്രുതിയെ നോക്കിയിട്ട് ചോദിക്കും, എന്താ ശ്രുതി ഇവനീ പറയുന്നത്, പേര് മാറ്റി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ശ്രുതി പറയും, ആ ഞാൻ തന്നെ അമ്മയോട് സർപ്രൈസായിട്ട് പറയാനിരുന്നതാണ്, പക്ഷെ അപ്പോഴേക്കും സുധി വന്ന് പറഞ്ഞു എന്ന് പറയും. അപ്പോൾ സുധി പറയും, നല്ല കാര്യമല്ലേ അമ്മേ, ഇതുമൂലം ഇങ്ങനെ ഫ്രാഞ്ചൈസിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് വരും എന്നാണ് പറയുന്നത്, അതുമൂലം നമുക്ക് കുറേ ലാഭം കിട്ടുമെന്ന് പറയുന്നുണ്ട്. ചന്ദ്രയുടെ മുഖമൊക്കെ ഇങ്ങനെ നല്ല ദേഷ്യത്തിൽ നിൽക്കുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഇപ്പം അമ്മയുടെ പേരിൽ ബ്യൂട്ടി പാർലർ ഇല്ല, അമ്മയുടെ പേരിൽ ആകെയുള്ളത് ഇപ്പം രേവതിയുടെ പൂക്കട മാത്രം. രേവതി, നമുക്കും നമ്മുടെ കട ഫ്രാഞ്ചൈസിന് കൊടുത്താലോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അയ്യോ അതൊന്നും വേണ്ട, എൻ്റെ കടയുടെ പേര് എപ്പോഴും അമ്മയുടെ തന്നെയായിരിക്കും, ചന്ദ്രമതി ഫ്ലവർ ഷോപ്പ്, അത് മതി എൻ്റെ കടയുടെ പേരെന്ന് രേവതി പറയുവാണ്. ഇതൊക്കെ കേട്ട് ചന്ദ്രക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, കാരണം ആ പൂക്കടക്ക് ചന്ദ്രയുടെ പേര് ഇട്ടത് തന്നെ അവർക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഇത് ബ്യൂട്ടി പാർലറിൻ്റെ പേര് മാറ്റി അവർ രേവതിയൊക്കെ സന്തോഷിക്കുന്നത് കാണുമ്പോഴേക്കും ചന്ദ്രക്ക് നല്ല ദേഷ്യം വരുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാനിത് മനഃപൂർവ്വം ചെയ്തതല്ല, ഫ്രാഞ്ചൈസിന് കൊടുക്കുമ്പോൾ പേര് മാറ്റിയേ പറ്റത്തുള്ളൂ, ഇതുമൂലം നമുക്ക് കുറേ പ്രോഫിറ്റ് കിട്ടും, ലാഭം ഒരുപാട് കിട്ടും, അതുകൊണ്ട് നമുക്ക് ഇനിയും ഒരുപാട് ബ്യൂട്ടി പാർലർ തുടങ്ങാം, ആ തുടങ്ങുന്ന ബ്യൂട്ടി പാർലറിനൊക്കെ ഞാൻ അമ്മയുടെ പേര് ഇടത്തുള്ളൂ എന്ന് ശ്രുതി പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എനിക്കറിയാം മോളെ, അതൊന്നും കുഴപ്പമില്ല, ലാഭത്തിന് വേണ്ടിയല്ലേ, നീയും ശ്രുതിനെ പോലെ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണെന്നാണ് ചന്ദ്ര പറയുന്നത്. ശ്രുതിയെ വിട്ടുകൊടുക്കുന്നില്ല ബാക്കിയുള്ളവരുടെ മുമ്പിലൊന്നും ചന്ദ്ര. അപ്പോൾ ശ്രുതി പിന്നെയും പറയുന്നുണ്ട്, ഞാനിത് ആൻറ്റിക്ക് സർപ്രൈസായിട്ട് പറയാൻ നിന്നതാ, ശ്രുതി അപ്പോഴേക്കും പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ, നല്ല കാര്യമല്ലേ നിങ്ങൾ ചെയ്തത്, എൻ്റെ പേരിൽ ബ്യൂട്ടി പാർലർ ഇല്ലെങ്കിൽ ഇപ്പോൾ എന്താ, നമുക്ക് ലാഭമല്ലേ നോക്കേണ്ടത്, അതുമൂലം നിങ്ങൾക്ക് നല്ലതല്ലേ ഉണ്ടാവുള്ളൂ, എൻ്റെ പേരിൽ ആദ്യം കട തുടങ്ങിയത് നിങ്ങളാണ്, അതിലെനിക്ക് ഇപ്പോഴും അഭിമാനമാണ്, ബാക്കിയുള്ളവരൊക്കെ അതും കണ്ട് വെറുതെ ഇപ്പോൾ കൊട പിടിക്കുക എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, ഓ ഞങ്ങളെ ഉദ്ദേശിച്ചാണ് അച്ഛാ ഈ പറയുന്നത്. അപ്പോൾ രവീന്ദ്രൻ പറയും, ആ അതെനിക്ക് മനസ്സിലായി. അപ്പോൾ ശ്രുതി പറയും, ഒരുപാട് നന്ദി അമ്മ, താങ്ക്സ് എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയും, അതൊന്നും കുഴപ്പമില്ല, മോള് പോയി കുളിച്ചിട്ടൊക്കെ വാ, ഫ്രഷ് ആയിട്ടൊക്കെ വാ എന്ന് പറഞ്ഞ് ശ്രുതിയെ വിടുവാണ്. ചന്ദ്ര എന്നിട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുകയെ. അപ്പോൾ രേവതി സച്ചിയോട് ചോദിക്കുന്നുണ്ട്, എന്താ സച്ചി ഏട്ടാ, ഞാൻ ഓർത്തു അമ്മ ഇത് കേട്ട് നല്ലോണം ചൂടാവുമെന്ന്, പക്ഷെ അമ്മ ഇത്രയും സമാധാനമായിട്ട് പെരുമാറുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അപ്പോൾ സച്ചി പറയും, എൻ്റെ അമ്മയെപ്പറ്റി നിനക്ക് ഇപ്പോഴും അറിയില്ല, ഉള്ളിൽ എത്രയും ദേഷ്യമുണ്ട്, പക്ഷേ നമ്മുടെ മുമ്പിൽ പണക്കാരൻ വീട്ടിലെ മരുമോളെ വിട്ടുകൊടുക്കാതെ സംസാരിച്ചത് കണ്ടോ, അതാണ് എൻ്റെ അമ്മ.
എന്നിട്ട് രേവതി പോകെ പിന്നെ സച്ചി നേരെ വന്ന് അച്ഛനോട് സംസാരിക്കുകയാണ്. അച്ഛാ, മര്യാദക്ക് നമുക്ക് അന്ന് നമ്മ തന്നെ ഈ കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു പേര് മാറ്റിയത്. അപ്പം അച്ഛനല്ലേ വേണ്ടെന്ന് പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഇപ്പം കണ്ടില്ലേ, ചന്ദ്രക്ക് ഒരു കുഴപ്പമില്ല, അവൾ സന്തോഷത്തോടെയല്ലേ പോകുന്നത്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതാ ഞാനും ഓർക്കും, നീ അമ്മയ്ക്ക് ഇതെന്ത് പറ്റി? അപ്പോൾ രവീന്ദ്രൻ പറയും, ഇത്രയും നാൾ അവളുടെ കൂടെ ജീവിച്ചിട്ട് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അവളുടെ സ്വഭാവം. നീ അത് വിടറാന്ന് പറയുവാണ്. പിന്നെ കാണിക്കുന്നത് ചന്ദ്രയാണ്. ചന്ദ്ര അങ്ങനെ മുറിയിൽ നല്ല ദേഷ്യത്തിലിരിക്കുവാണ്. അപ്പോൾ ശ്രുതി മുറിയിലോട്ട് വരുവേ. ചന്ദ്ര പറയും, നീ പോയി ആ മുറി അടച്ചിട്ട് വാന്ന് പറയും. അപ്പോൾ ശ്രുതി മുറിയൊക്കെ അടച്ച് അകത്ത് കയറുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, ആൻറ്റിക്ക് എന്നോട് വല്ല ദേഷ്യമുണ്ടോ? അപ്പോൾ ചന്ദ്ര പറയും, എനിക്ക് നിന്നോട് ദേഷ്യം, എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അല്ല ആൻറ്റി, ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, മതി നിർത്ത്, നീ എന്ത് പറഞ്ഞാലും ഞാൻ അതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുമെന്ന് ഓർത്തോ? ആരോട് ചോദിച്ചിട്ടാണ് നീ പേര് മാറ്റിയെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, അത് ഫ്രാഞ്ചൈസിന് കൊടുക്കുമ്പോൾ അതെന്ത് പണ്ടാരെങ്കിലും ആവട്ടെ, ഞാൻ ആരോട് ചോദിച്ചിട്ടാണ് പേര് മാറ്റിയത് എന്നാണ് ചോദിച്ചത്. കാരണം ആ പാർലർ നിനക്കറിയാലോ, ആ പാർലർ നീ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന്, ആ പാർലർ എങ്ങനെയാണ് ഉണ്ടായതെന്നൊക്കെയുള്ള കാര്യം നിനക്കറിയാലോ. എൻ്റെ വീടിൻ്റെ ആധാരം പണയം വെച്ച് ഞാൻ മേടിച്ച കാശും കൊണ്ടാണ് നീ ആ പാർലർ ഉണ്ടാക്കിയത്. അതിനു മുമ്പ് നീ വീട് പോയി മസാജ് ചെയ്തുകൊണ്ടിരുന്നവളാ. ആ നിൻ്റെ സങ്കടം കണ്ടിട്ട് ഞാനാണ് നിനക്കൊരു പാർലർ മേടിച്ചു തന്നത്. അപ്പോൾ എന്നോടൊരു വാക്ക് ചോദിക്കാതെ ഇങ്ങനെ ചെയ്യാൻ നിന്നോട് ആര് പറഞ്ഞു? അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയോ? ഞാൻ പൈസ തന്നില്ലായിരുന്നെങ്കിൽ നിനക്ക് അതുകൊണ്ട് ബ്യൂട്ടി പാർലർ തുടങ്ങാൻ സാധിക്കുമായിരുന്നോ? അതിന് എൻ്റെ പേരാണെന്ന് പറഞ്ഞ് ഞാൻ എന്തോ ഒരു അഭിമാനത്തിലാണ് പറഞ്ഞ് നടന്നത്. എന്നിട്ട് എന്ത് ഈസി ആയിട്ടാണ് നീ വന്ന് പറഞ്ഞത് പാർലറിൻ്റെ പേര് മാറ്റിയെന്ന്? ദേഷ്യത്തിൽ ചന്ദ്ര ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ ശ്രുതി പറയും, ആൻറ്റി എന്തിനാ ഈ ഒച്ചെടുക്കുന്നത്? എൻ്റെ അച്ഛൻ്റെ നിന്ന് പൈസ മേടിച്ചിട്ട് ഞാൻ ആധാരം എടുപ്പിച്ച് തന്നതല്ലേ ആൻറ്റിക്ക്, പിന്നെ എന്തിനാ ആൻറ്റി ഈ കിടന്ന് ഒച്ചെടുക്കുന്നതെന്ന് ശ്രുതി തിരിച്ചു ചോദിക്കുവാണ് ചന്ദ്രയോട്. അപ്പോൾ ചന്ദ്രക്ക് ഒന്നുകൂടെ ദേഷ്യം വരുവേ. ചന്ദ്ര പറയുന്നുണ്ട്, എന്താടി ഒച്ചെടുത്തൊക്കെ സംസാരിക്കുന്നത്? നീ എന്ത് സംസാരിച്ചാലും ഞാൻ അതൊക്കെ മിണ്ടാണ്ട് കേട്ടിരിക്കും എന്നോർത്തോ? നിൻ്റെ അച്ഛൻ വലിയ പണക്കാരനായിരിക്കും, മലേഷ്യക്കാരനായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ വായും പൂട്ടി എല്ലാം കേട്ട് നിൽക്കണോ? എന്ത് വലിയ കാര്യമായിട്ടാണ് നീ പൈസ തന്നിട്ട് ആധാരം എടുപ്പിച്ചു എന്നൊക്കെ പറയുന്നത്? ആ പൈസ നിനക്ക് തരാൻ നേരത്ത് ഞാൻ എന്തോരം അപമാനപ്പെട്ടു എന്ന് നിനക്കറിയാലോ. ശ്രുതി പറയും, ഇല്ല ആൻറ്റി, എനിക്കറിയാം എല്ലാം എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, ഇത് അത്ര വലിയ തെറ്റൊന്നല്ല ആൻറ്റി എന്ന് പറയുമ്പോൾ ചന്ദ്രക്ക് പിന്നെയും അങ്ങോട്ട് ദേഷ്യം വരും. ചന്ദ്ര പറയും, അത്ര വലിയ തെറ്റല്ലെന്നോ? എന്ത് ഈസി ആയിട്ടാണ് നീ ഇത് പറയുന്നത്? നിന്നെ ഞാൻ എന്തോ എൻ്റെ ഒരു മോളെ പോലെ കണ്ടിട്ട് നിനക്ക് വേണ്ടി എന്തോ ഒരു അപമാനപ്പെട്ടിട്ടുണ്ട് ഞാൻ ഈ വീട്ടിൽ. നിൻ്റെ മലേഷ്യയിൽ അച്ഛൻ ഇന്നേ വരെ ഈ വീട്ടിലോട്ട് വന്നിട്ടുണ്ടോ? വേറെ വല്ല അമ്മായിമ്മമാരാണെങ്കിൽ എന്തോരം ചോദ്യം ചോദിക്കും നിന്നോട്. അയാളെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഞാൻ നിന്നെ എൻ്റെ ഒരു മോളെ പോലെ കാണുന്നത് കൊണ്ടാണ് ഇന്നേ വരെ നിന്നോടൊരു ചോദ്യം പോലും ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ച് ചോദിക്കാത്തത്. അപ്പോൾ അങ്ങനെയൊക്കെ നിന്നെ സ്നേഹിക്കുന്ന എന്നോട് ഒരു വാക്ക് ചോദിക്കാതെ നീ കാണിച്ചത് തെറ്റല്ലേ എന്ന് ചോദിക്കുവാണ് ചന്ദ്ര. അപ്പോൾ ശ്രുതി പറയും, തെറ്റാണ് ആൻറ്റി. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഈ ചന്ദ്രയ്ക്ക് എപ്പോഴും ഒരേ സ്വഭാവമായിരിക്കില്ല. നീ പണക്കാരൻ വീട്ടിൽ ജനിച്ചതായിരിക്കും, പക്ഷേ ഈ വീട്ടിൽ നീ ചന്ദ്രയുടെ മരുമകളാണ്. ഞാൻ പറയുന്നത് വേണം നീ കേൾക്കാൻ, മനസ്സിലായോ? അപ്പോൾ ശ്രുതി തലയാട്ടുന്നുണ്ട്, ആ മനസ്സിലായ ആൻറ്റി. ഇപ്പോൾ നോക്ക്, നീ കാരണം ഞാൻ ആ സച്ചിയുടെ രേവതിയുടെ മുമ്പിൽ എന്തോ അപമാനപ്പെട്ടു. വലിയ അഭിമാനത്തിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ബ്യൂട്ടി പാർലറിനെ എൻ്റെ പേരാണെന്ന്. ഇപ്പോൾ അവർ പറയുന്നു അവരുടെ പൂക്കടക്ക് മാത്രമേ ഇപ്പം അമ്മയുടെ പേരുള്ളൂ എന്ന് പറഞ്ഞ് എന്നെ പുച്ഛിക്കുവാണ്. നിനക്ക് അതൊക്കെ കേട്ടപ്പോൾ സമാധാനമായില്ലേ? അവരൊക്കെ എന്നെ കളിയാക്കുന്നത് നീ കേട്ടില്ലേടി എന്നൊക്കെ പറയുവാണ് ചന്ദ്ര. ശ്രുതി അപ്പോൾ സോറിയൊക്കെ പറയുന്നുണ്ട്. സോറി ആൻറ്റി എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നിന്നെ ഞാനാണ് ഈ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ടും വന്നത്, അതുകൊണ്ടാണ് നിന്നെ ഞാനൊന്നും പറയാത്തത്. അത് മാത്രമല്ല, ശ്രുതിക്ക് നിന്നോടുള്ള സ്നേഹം എനിക്കറിയാം. അപ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ നിന്നെ വെറുതെ നാണം കെടുത്തണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് അവിടെ വെച്ച് ഞാനൊന്നും മിണ്ടാണ്ടിരുന്നതെന്ന് പറയുമ്പോൾ ശ്രുതി പിന്നെയും സോറി ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ഞാൻ ആൻറ്റിയെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഇത് നിനക്ക് ലാസ്റ്റ് ചാൻസാണ്. ഇനി എന്നോട് ചോദിക്കാതെ നീ ഒരു കാര്യം പോലും ചെയ്തു പോകരുത്. പിന്നെ ഇനി എന്തെങ്കിലും നീ അതേപോലെ ചെയ്താൽ ഈ ചന്ദ്രയുടെ വേറൊരു മുഖം നീ കാണും എന്നാണ് ചന്ദ്ര ശ്രുതിയോട് പറയുന്നത്. പാവം ശ്രുതി ഇതൊക്കെ കേട്ട് നല്ലോണം പേടിച്ചിട്ടുണ്ട്. പൊയ്ക്കോ ഇവിടെ നിന്നും പറഞ്ഞ് ചന്ദ്ര ശ്രുതിയെ മുറിയിൽ നിന്നും പുറത്താക്കുവാണ്. ശ്രുതി മുറിയുടെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഓ, എൻ്റെ ഈ ഒരു ചെറിയ കാര്യം അറിഞ്ഞ് ഇതിന് ചന്ദ്ര ആൻറ്റി ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എന്തായിരിക്കും ചന്ദ്ര ആൻറ്റിയുടെ പ്രതികരണം എന്നാണ് ശ്രുതി ഇങ്ങനെ ആലോചിച്ച് മുറിയുടെ പുറത്ത് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തെ വിശേഷം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.